എന്റെ കൊച്ചമ്മ സത്യം പറഞ്ഞ് നമിച്ചു. അല്ല കൊച്ചമ്മ എന്തെന്ന് പറഞ്ഞത് അവര് പ്ലാൻ ചെയ്യുള്ളൂ നടക്കൂലെന്നല്ലേ? അവരെല്ലാം സെറ്റാക്കി കഴിഞ്ഞു കൊച്ചമ്മ. സെറ്റാക്കി കഴിഞ്ഞ് അവരുടെ ഈ ചന്ദ്രകാസം ഫിനാൻസിയേഴ്സിന്റെ ഉദ്ഘാടനം ആരെന്നറിയാമോ? ഏത് സിനിമ നടി? അഭിനയ സിംഹം എവിടെ ഇരിക്കും, വേറെ ആരും നടി? ചന്ദ്രകാസത്തിൽ സുഹാസിനി കൊച്ചമ്മ. അയ്യോ അതുവരെ എത്തിയോ? കൊള്ളാം കൊച്ചമ്മ. കൊച്ചമ്മയുടെ മക്കളെ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിള്ളേര് നിസ്സാരപ്പെട്ട ആൾക്കാരല്ല, അവരെല്ലാം പ്ലാനിങ് ആണ് കൊച്ചമ്മ. ഇപ്പോ ഇത് കയറി കൊളുത്താനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട്. എന്റെ ഊഹം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1, 2, 3 ബ്രാഞ്ച്, ചിലപ്പോ അതിലപ്പുറമോ ബ്രാഞ്ച് ഇവിടെ തന്നെ തുടങ്ങും. പിന്നെ ചിലപ്പോഴല്ല അത് തന്നെ നടക്കും. ഒരു സ്വർണ്ണക്കടയും കൂടെ തുടങ്ങാനുള്ള ഒരു പദ്ധതി അവരുടെ ഉള്ളിലുണ്ടോ എന്ന് എനിക്ക് ലേശ സംശയം. ഏതായാലും എന്റെ പൊന്നും മുത്തു, നിന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ. കൊളുത്തുന്നെങ്കിൽ കൊളുത്തട്ടെ. പിള്ളേരല്ലേടാ, രക്ഷപ്പെട്ടു പോട്ടെ. അയ്യോ ശരി കൊച്ചമ്മ, ഞാൻ അങ്ങോട്ട് നിൽക്കാം. ചെല്ലേ കൊള്ളാമല്ലോ. ഓഫീസ് മൊത്തം സെൻട്രലൈസ്ഡ് AC ആയിരിക്കണം, എങ്കിലേ ഞാൻ അവിടെ പോയി ഇരിക്കത്തുള്ളൂ. അയ്യോ ആര് ചേച്ചിയോ? അത് ചേച്ചിക്ക് ബുദ്ധിമുട്ടാവൂലേ ചേച്ചി? നമുക്ക് ലേഡി സ്റ്റാഫിനെ വെക്കാം. അയ്യോ അത് വേണ്ട. നാട്ടുകാരുടെ സ്വർണം മൊത്തം വാങ്ങിച്ചു വെച്ചിട്ട് കണ്ടവരെ ഏൽപ്പിക്കാനോ? അതൊന്നും വേണ്ട. പിങ്കി മോൾ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഫ്രീയാ, ഞാൻ അവിടെ പോയിരുന്നോളാം. അല്ലേ ചേച്ചി, ഈ ഐഡിയ കൊണ്ടുവന്നത് ഞാനാണല്ലോ, അപ്പൊ ഞാൻ ഇരിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റാഫിനെ വെക്കാം. നിന്റെ ആ ഉണക്ക ഐഡിയ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഇവിടെ സമ്മതവും വാങ്ങിച്ച് ഇപ്പതാ ഈ ഉദ്ഘാടനത്തിന്റെ ചർച്ച വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ എല്ലാവരും കൂടെ ആണല്ലോ, നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടില്ലേ? അപ്പൊ അവിടെ ഞാൻ തന്നെ പോയിരിക്കാം. അതിനെന്നെ എനിക്ക് തന്നെയാണ് അതിന് പറ്റിയ ആ ഒരു ഇത്. പറഞ്ഞില്ല. എടാ എങ്ങനെ പറയും? ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ, ഒരു അവസരം തരണ്ടേ? അവസരം തന്നു. ഏട്ടൻ തന്നെ പറ, ഞാൻ തന്നെ അവിടെ പോയിരുന്നാ മതി. ഇവളെ ഏൽപ്പിച്ചു കഴിഞ്ഞാലേ ചിലപ്പോ സ്വർണ്ണം അടിച്ചു മാറ്റി വരെ കൊണ്ടുപോകും. നിങ്ങളെ പോലെ സ്വർണ്ണം എടുത്തിട്ട് മുക്കുവണ്ടം വെക്കുന്ന സ്വഭാവം എനിക്കില്ല. നീ കൊറേ നേരമായാലോടി മുക്കുവണ്ടത്തിന്റെ കഥ പറയുന്നു. നടി കൊണ്ട് ഉറച്ചോക്കടി. അല്ലേ ഈ വീട്ടിൽ ആദ്യത്തെ മരുമകളായിട്ട് കേറി വന്നത് ഞാനാ, അതുകൊണ്ട് എനിക്ക് തന്നെയാണ് അവിടെ കേറിയിരിക്കാനുള്ള യോഗ്യത. ഓ പിന്നെ ഒന്നേ ഞാൻ ഇരിക്കും, അല്ലെങ്കിൽ ലേഡി സ്റ്റാഫിനെ വെക്കും. അയ്യടാ, നീയും ഇരിക്കില്ല, കണ്ടവരും കേറിയിരിക്കില്ല. ഏട്ടാ അയ്യോ, എന്തെങ്കിലും എഴുന്നേറ്റൊന്ന് പറ. ഞാൻ പറയാം. പറയണ സുരഭി അല്ലേ ഈ ഐഡിയ കൊണ്ടുവന്നത്, അതുകൊണ്ട് സുരഭി തന്നെ. അയ്യടാ, എന്റെ കൊക്കിന് ചെയ്യണോണ്ട് ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ നിന്റെ കൊക്കിനെ കറി വെച്ച് നീ തിന്നോണ്ടിരിക്കണേ. കുറച്ച് ഞാൻ കറി വെച്ച് നിനക്കൂടെ ഉണ്ടാക്കി തരാടി. ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം ചേട്ടാ, ഇവര് രണ്ടുപേരും ഒരിക്കലും നമ്മളെ ബിസിനസ് ചെയ്യാൻ അനുവദിക്കത്തില്ല. ഞാൻ ബാക്കി കാണിച്ചേണ്ടതുള്ള കാര്യം. ഏത് സമയത്തൊന്നും ഇതിങ്ങളെയും കൂട്ടി ബിസിനസ് തുടങ്ങാൻ തുടങ്ങിയത്? സമാധാനം പറയണടി, പിന്നെ പറയടി. ഞാൻ ഇരുന്നാ മതിയായിരുന്നു. അമ്മ ഈ പരിപാടി നടക്കത്തില്ല. നമുക്കിപ്പോ എന്തൊക്കെ ബിസിനസ് ഉണ്ടോ ആ ബിസിനസ് ഒക്കെ നോക്കി നടത്തിയാൽ മതി. പുതിയതൊന്നും തുടങ്ങാൻ നിൽക്കത്തില്ല. അതെങ്ങനെ ഇവിടെ ഉള്ളവർ ഒന്നിനും സമ്മതിക്കത്തില്ലല്ലോ, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുമല്ലേ. കൊച്ചമ്മ പറഞ്ഞത് സത്യമാണല്ലോ. ഇവർക്ക് പ്ലാനിങ് മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കും. അയ്യോ കുറച്ചു മുമ്പേ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. 3 ബ്രാഞ്ച്, 2-3 സ്വർണ്ണക്കട, അത് ഇത് എന്തായി? അല്ല കൊച്ചമ്മ, അപ്പോഴെനിക്ക് അങ്ങനെ തോന്നി, ഇപ്പോഴെനിക്ക് ഇങ്ങനെ തോന്നി. അതാ അതിന്റെ കുഴപ്പം. 30 മിനിറ്റ് വെച്ച് തോന്നല് മാറും. ആ കൊച്ചിനെ ഇങ്ങോട്ട് നോക്ക്. ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാവുന്നൊരു ചൊല്ലുണ്ട്. ഇവിടെ എന്താ കുഴപ്പമെന്നറിയാവോ? ഒലക്കയുണ്ട്, നല്ല നീളത്തിലുണ്ട് ഒലക്കയുണ്ട്, പക്ഷെ ഒരുമയില്ല. മനസ്സിലായല്ലേ? മനസ്സിലായോ കൊച്ചമ്മ? അയ്യോ എന്റെ പൊന്നെ, ഒരു കണക്കിന് നന്നായി നേരത്തെ ഷട്ടർ ഇട്ടത്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? നാട്ടുകാർക്ക് ഇനി ഒരു കൂടെ കിട്ടിയതിനെ ചിരിക്കാനായിട്ട് ചന്ദ്രഹാസന്റെ പേരും പറഞ്ഞു. അല്ല കൊച്ചമ്മ, നമ്മൾ കാരണം നാട്ടുകാർക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് അത് തന്നെ വലിയൊരു കാര്യമല്ലേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.